ഹായ്, മൈ നെയിം ഈസ് തോമസ്. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളിൽ കുറച്ച് പേരുടെയെങ്കിലും ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാകണമെന്ന്. നമ്മുടെ പ്രൊഫൈലിൽ കൊടുക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റിംഗ് കാർഡിൽ ആഡ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു ബിസിനസ്സിൻ്റെ ഒരു വെബ്സൈറ്റ് സ്വന്തമായി ഉണ്ടാകാനോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. ആ ആഗ്രഹം സഫലമാക്കാൻ ഇത് സമയമായിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ഒരു കച്ചറ വെബ്സൈറ്റ് പോലെയല്ല, നല്ലപോലെ പ്രൊഫഷണൽ ഉണ്ടാക്കുന്ന പോലെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അത് ഗൂഗിളിൽ പോയി നമുക്ക് ടൈപ്പ് ചെയ്യാം ഓരോ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ഇതാണ് ആ വെബ്സൈറ്റ്. ഇത് ഓർഡർ എന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൂളാണ്. ഇതിൽ ഒരുപാട് ബിസിനസ് പരമായ എല്ലാ ആപ്പുകളും സോഫ്റ്റ്വെയർ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാം. ഷോപ്പ് ഫ്ലോർ, എക്സ്പെൻസ്, പോയിന്റ് സെയിൽ, ഇൻവെന്ററി, പിന്നെ ഈ ആപ്പുകൾ എല്ലാനും ഈ വെബ്സൈറ്റുകളെല്ലാനും ഇതിൽ ഇൻക്ലൂഡ് ആണ്. സാധാരണ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയത് നമ്മൾ വേറെ ഇവിടുന്ന് വാങ്ങി ആഡ് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരു വേഡ് പ്രസ്സിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമ്മൾ നോക്കാം. ഇമാജിൻ വിതൗട്ട് ദിസ് വൺ, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം ഇതൊക്കെ സെൻഡേഴ്സ് ഷോപ്പിഫൈ. ഇപ്പം നോർമൽ ഷോപ്പിഫൈ എന്ന ആൾക്കാർ വെബ്സൈറ്റ് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ഇങ്ങനെ പോകണം. പിന്നെ ഹാർവെസ്റ്റ്, ഇമെയിൽ മാർക്കറ്റിന്, ഹബ്സ്പോട്ട്, സർവീസ് ക്ലൗഡ്, മറ്റേ ഹോസ്റ്റിങ്ങിന് വേണ്ടിയും, പോയിന്റ് ഓഫ് സെയിൽ, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് ആവശ്യമായി വരും. ഒരു പ്രോപ്പർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമേ ഒരുപാട് ഹെൽപ്പും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ സോഫ്റ്റ്വെയറിൽ എല്ലാം നമുക്കുണ്ട്. ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ടൂളുമുണ്ട്. സോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് നൗ ഇറ്റ്സ് ഫ്രീ കൊടുക്കാം. അങ്ങനെ വന്ന ഒരുപാട് ടൂൾസ് വന്നു. ഇത് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന പ്രധാന ടൂൾസാണ്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണോ, ഇ-കൊമേഴ്സ് സ്റ്റോർ ഉണ്ടാക്കണോ, അല്ലെങ്കിൽ ലേണിംഗ് ആണോ, ലൈവ് ചാറ്റ് ആണോ, അല്ലെങ്കിൽ ഇത് എല്ലാ തരത്തിലുള്ള എല്ലാ വെബ്സൈറ്റുകളും ഉണ്ടാക്കാനുള്ള അതിൻ്റെ ടൂളും രീതികളും എല്ലാം ഇതിലുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നോർമലി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഹോസ്റ്റിംഗ് വേണം, ഡൊമൈൻ നെയിം വേണം, ഇതെല്ലാം വേണം. ഹോസ്റ്റിംഗ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹോസ്റ്റിംഗ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റ് അത് സ്റ്റോർ ചെയ്യാൻ ഒരു സ്ഥലം വേണം. അതാണ് ഹോസ്റ്റിംഗ്. അതിപ്പോൾ ചില രാജ്യങ്ങളാണ് കീപ്പ് ചെയ്യുന്നത്. ഏതാണ് ഇപ്പം ചിലത് സിംഗപ്പൂർ ആയിരിക്കും, ചിലത് മലേഷ്യ ആയിരിക്കും. അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും. അതിനെ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ഡൊമൈൻ നെയിം. ഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ലെറ്റേഴ്സ് വരുന്ന പോലെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനൊരു അഡ്രസ്സാണ് ഡൊമൈൻ നെയിം. സോ ഈ ഡൊമൈൻ നെയിമും ഹോസ്റ്റിങ്ങും നമുക്ക് ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. ഹോസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട് ഡൊമൈൻ നെയിമിനും ഹോസ്റ്റിങ്ങിനും വാങ്ങാൻ വേണ്ടി. അതിന് നമ്മൾ നോർമൽ വേക്ക് പോവുകയാണെങ്കിൽ $75 മിനിമം നമുക്ക് ചാർജായി വരും. പക്ഷേ ഇവിടെ ഈ ടൂളിൽ നമുക്ക് അവിടെ വന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ 1 ഇയർ ഡൊമൈൻ നെയിം ഫ്രീ ആണ് നമുക്ക്. പിന്നെ ഹോസ്റ്റിംഗ് ഫ്രീ ആണ്. 1 ഇയർ നമുക്ക് ഡൊമൈൻ നെയിം ഫ്രീ ആണ്. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി അത് വർക്ക് ചെയ്യുന്ന നന്നായി ഉപയോഗിക്കുക 1 ഇയർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ നേരിട്ട് നമുക്ക് വെബ്സൈറ്റിലേക്ക് കിടക്കാം. സോ വെബ്സൈറ്റ് ആൻഡ് ഫ്രീ വിത്ത് അൺലിമിറ്റഡ് യൂസേജ് ഫോർ അവർ. സോ കണ്ടിന്യൂ.
ഇനി നമുക്ക് ക്വിക്ക്ലി നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാം. അഡ്രസ്സ് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം ഇമെയിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ആയിരം വിടുന്ന ഒരു വെബ് പേജാണിത്. സോ നമുക്ക് ലെറ്റ്സ് ഡു ഇറ്റ് കൊടുക്കാം. അപ്പോൾ എന്ത് ബിസിനസ്സാണ് നമുക്ക് വേണ്ടതാണ്. സോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇവൻറ്റ് വെബ്സൈറ്റ് ആണ്. മൈ ഈവൻറ്റ് ബിസിനസ്. ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഞാൻ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഒബ്ജക്റ്റീവ് ഡെവലപ്പ് എ ബ്രാൻഡാണ്. ഇങ്ങനെ കൊടുത്തു. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണ് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഞാൻ ഒരു ലൈറ്റ് കളർ, ഈ കളർ ചൂസ് ചെയ്തു. വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ പേജസും എബൌട്ട് അസ്, സർവീസസ്, പ്രൈസിങ് പോളിസി, നമ്മൾ ഇത്ര പേജസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് പേജസ് കാണും. നമുക്ക് അതൊക്കെ എത്ര പേജസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഫീച്ചേഴ്സ് നമുക്ക് ഒരെണ്ണം മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബാക്കി ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ പ്രീമിയം പ്ലാനാണ്. അതിൽ ഫീച്ചേഴ്സ് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബിൽഡ് എ വെബ്സൈറ്റ് കൊടുക്കാൻ പോവാണ്. പിന്നെ നമ്മൾ ഫേവറേറ്റ് നമ്മുടെ ഒരു തീം യൂസ് ചെയ്യാൻ പറയാണ്. സോ ഞാൻ ഈ തീം ഒന്ന് ഓട്ടോക്കായിട്ട് നമുക്ക് വേണ്ട വെച്ച എല്ലാ വെബ്സൈറ്റും നമ്മുടെ ഒരു ഈവെൻറ്റിന് പറ്റിയ എല്ലാ കാര്യങ്ങളും ഒരു വെബ്സൈറ്റ് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് എടുത്തു തരും. ബിൽഡിങ്ങിലെ ഒരു സ്ട്രക്ചർ പറയില്ലേ, അതുപോലെ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കി തരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്തെല്ലാം നിറയ്ക്കണമെന്ന് നമ്മളെ തീരുമാനിക്കുന്നത്. ഇപ്പം അതിൻ്റെ അകത്ത് ഫിറ്റിങ്സ്, ഫാന്, ഇതെല്ലാം ഫിറ്റ് ചെയ്യണ പോലെ അതിന് കസ്റ്റമൈസേഷൻ എന്ന് പറയും. ചെയ്യാൻ പോകുന്നത് അല്ല, വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അതാണ്. ഫ്രണ്ടിലെ ഒരു ഇമേജ് മാത്രമാണ്. അകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കസ്റ്റമൈസേഷൻ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് വെബ്സൈറ്റ്. ഇവന്റ് യൂണിയൻ്റെ നമ്മുടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവന്റ് ഡീൽസും കാര്യങ്ങളും കഴിഞ്ഞു പോയി നമ്മൾ ചെയ്ത പഴയ ഇവന്റ്സിന്റെ ഇവന്റ് പോർട്ട്ഫോളിയോ, ഈ മറ്റേ നമ്മുടെ ടീമിലെ അംഗങ്ങളെ നമ്മൾ ആഡ് ചെയ്യാം. ഇങ്ങനെ ഇത് പറഞ്ഞ് കമ്പനീസ് അടിയിൽ തന്നെ കോപ്പറേറ്റ് നെയിമും കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ഇതെല്ലാം ചേഞ്ച് ചെയ്യാം. നമുക്ക് എല്ലാം പെർഫെക്റ്റ് ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത പേജസ്, ഈവൻ ഷോപ്പ്, ഇതും കാര്യങ്ങളും എല്ലാം നമ്പേഴ്സ് നമുക്ക് മാറ്റി ആഡ് ചെയ്യാം. കാര്യങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ എഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ, എത്ര നമുക്ക് പേജസ് ആഡ് ചെയ്യാം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. പബ്ലിഷ് കൊടുത്ത് പെൻഡിങ് ആക്സേഷൻ കഴിഞ്ഞ് പബ്ലിഷ് കൊടുത്താൽ ഈ വെബ്സൈറ്റ് ആക്റ്റീവ് ആയിരിക്കുന്നതായിരിക്കും. ഈ കസ്റ്റമൈസേഷൻ എങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ തരുന്നു. ഫുൾ കസ്റ്റമൈസേഷൻ്റെ ഒരു വീഡിയോ റെഡിയായി